സുരേഷ് ഗോപി പിന്നെയും കുഴിയിൽ ചാടിയോന്ന് സംശയമുണ്ട്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അളന്നും കുറിച്ചും തൂക്കിയൊന്നും ഉപയോഗിക്കാറില്ല. എന്തും പറയാമെന്നുള്ളൊരു ധാരണയാണോ എന്നൊരു സംശയമുണ്ട്. ഇപ്പോഴതല്ലേ ഉണ്ടായിരിക്കുന്നത്? എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം സിനിമയിലെ ഡയലോഗുകളാണ്. അപ്പോൾ ആ ഡയലോഗുകൾ കണ്ട് അദ്ദേഹത്തിന് കയ്യടി കിട്ടി, ധാരാളമായിട്ട് കയ്യടി കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെയാണ് ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് മാറിയത്, നമുക്കെല്ലാം അറിയാവുന്നതുപോലെ. പക്ഷേ അത് ഒരു തെറ്റായിട്ടുള്ള നയമാണ് രാഷ്ട്രീയത്തിൽ. വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് വാക്കുകൾ രാഷ്ട്രീയത്തിൽ. അല്ലെങ്കിൽ പലതരത്തിൽ ഇദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ ചുറ്റുമുണ്ട്, നമുക്കറിയാം. ആവശ്യമില്ലാതെ ഒരു പെൺ കേസിൽ ഇദ്ദേഹത്തെ കൊടുക്കാൻ വരെ നിയുക്തരായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇദ്ദേഹം അത്തരത്തിലുള്ള ആളാണെന്നൊന്നും അല്ല എന്നുള്ളത് നമുക്കറിയാമെങ്കിലും മറ്റ് സിനിമാ നടന്മാരെ അപേക്ഷിച്ച്. അതേ ആൾ തന്നെ മുകേഷിനെ പോലുള്ള ആൾക്കാർ, ഇതിൽ ഉസ്താദുമാരാണെന്ന് പറയപ്പെടുന്ന ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും തൻ്റെ രാഷ്ട്രീയ മറുപക്ഷത്താണെന്ന് അറിഞ്ഞിട്ടും രക്ഷിക്കാനും ശ്രമം നടത്തിയ തരത്തിലുള്ള ഒരു വിചിത്ര വ്യക്തിത്വമാണ് അദ്ദേഹം എന്നുള്ളത് വ്യക്തമാണ്. ഒരിക്കലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ പോയി. അപ്പോൾ ഇൻ്റർവ്യൂ എടുക്കാൻ പോയ കൂട്ടത്തിൽ പിണറായി വിജയനെ പറ്റിയൊന്നും അല്ല ഇൻ്റർവ്യൂ, എ.ബി. വാജ്പേയിയെ കുറിച്ചാണ്, അദ്ദേഹം മരിച്ച സമയത്ത്. അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ അവസാനം ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ ക്യാമറ എല്ലാം സെറ്റായിരിക്കുകയാണ്, റെക്കോർഡിംഗ് മോഡിലാണ്. സമയത്ത് എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, പിണറായി വിജയൻ എന്ന അപ്പരനാറി. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു കഴിയുമ്പോൾ ഇത് റെക്കോർഡിംഗ് മോഡിലാണ്. ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും സ്വകാര്യ ചാനലാണെങ്കിൽ ഇത് എടുത്ത് കൊടുക്കും. ഇത് മതി അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയം. ഭാവി വാജ്പേയിയൊക്കെ പോയി കണ്ട് നരേന്ദ്രമോദിയെ കണ്ടത്, ഭാവി അവസാനിപ്പിക്കാൻ അത് മതി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. പിൽക്കാലത്ത് കുറച്ച് ബഹുമാനമൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിണറായി വിജയന് പറ്റിയ അതേ പരനാറി എന്നുള്ള വാക്കാണല്ലോ അവിടെ ഉപയോഗിച്ച കൊല്ലത്ത്. അപ്പോൾ അതേ വാക്പ്രയോഗങ്ങൾ അദ്ദേഹത്തിന്, പിണറായി എന്ന് പറയുന്ന രാഷ്ട്രീയത്തിലെ ഒരു അപൂർവതയാണ്. അത് അദ്ദേഹം ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ നായനാർ എടാമാണി എന്നൊക്കെയാണ് വിളിക്കുന്നത്. തമാശകൾ ആരോടും പറയാൻ ലൈസൻസ് ഉണ്ട്. പിണറായി വിജയനും ഇതിന് ലൈസൻസ് ഉണ്ട്. അതുപോലെ കയറി എം.വി. ജയരാജൻ ശംഭു എന്നുള്ള വാക്ക് ശുംഭന്മാരെന്ന് ജഡ്ജിമാരെ പറഞ്ഞപ്പോൾ എന്തായി അനുഭവം? കോടതി അപ്പോൾ ലൈസൻസ് ഉള്ളവർ ഇതൊക്കെ പറയാം. സുരേഷ് ഗോപിക്ക് സിനിമയിൽ ഇതിനുള്ള ലൈസൻസ് ഉണ്ടാവാം, പക്ഷേ രാഷ്ട്രീയത്തിൽ ലൈസൻസ് ഇല്ല. സുരേഷ് ഗോപി ഈ സിനിമയുടെ ആ കഥാപാത്രങ്ങളിൽ നിന്ന് ഇപ്പോഴും ഇറങ്ങി വന്നിട്ടില്ല, പകർന്നാട്ടം അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. താൻ എന്തോ ഒരു സൂപ്പർ ഹീറോ ആണ്, അല്ലെങ്കിൽ താനൊരു കമ്മീഷണറാണോ എന്നൊക്കെയുള്ളൊരു ധാരണ ഇപ്പോഴും തന്നെ അദ്ദേഹത്തിൻ്റെ ഭരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതല്ല, വളരെ വിനയപൂർവ്വമാണ് ജനങ്ങളോട് സംസാരിക്കേണ്ടത്. ആ വിനയം ഉണ്ടാവണം, തലക്കനം പാടില്ല. ഉന്നത ശീർഷനായിരിക്കും അദ്ദേഹം. ഇവിടെ അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നത് ഉന്നത കുലജാതൻ എന്നുള്ള വാക്കാണ്. ഒരിക്കലും ഉപയോഗിക്കപ്പെടാൻ പാടില്ലാത്ത ഒരു വാക്കാണ്. നമ്മുടെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു വാക്കാണ്. എന്തുകൊണ്ട്? ഉന്നത കുലം അങ്ങനെ കുലം ഒന്നൊന്നുമില്ല. എല്ലാവരും തുല്യരാണെന്ന് കാണുന്ന ഒരു ഭരണഘടനയാണ് അവിടെ ഉള്ളത്. എന്താ പിന്നെ ഉന്നത കുലം? എന്തു കുലമാണ് ഉന്നത കുലം? എന്തു കുലമാണ് ഉന്നത കുലം? അങ്ങനെ ഒരു എന്താ പറയുന്നത്, ആ രീതിയിലുള്ളൊരു വിഭജനമുണ്ടോ നമ്മുടെ രാഷ്ട്രത്തിൽ? ഉന്നത കുലങ്ങളിൽ ജനിക്കുന്നത് ഏറ്റവും മോശമായിട്ടുള്ള ശൂദ്രജാതിയിൽപ്പെട്ട ആളുകൾ ഉന്നത കുലജാതന്മാരാവാം, അല്ലേ? അതെ. വാൽമീകി, അതുപോലെ തന്നെ വേദവ്യാസൻ, എത്രയോ ഉദാഹരണങ്ങളുണ്ട്. വിതുരർ, ഇവരൊക്കെ ഉന്നത കുലജാതരെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അതൊരു തെറ്റായിട്ടുള്ളൊരു പ്രയോഗമാണ്. അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് ഉയർന്ന ജാതിയിൽപ്പെട്ട എന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ല എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പട്ടികജാതി വകുപ്പ് വളരെ കഷ്ടമാണ്. ആദിവാസികളുടെയും പട്ടികജാതിക്കാരുടെയും കാര്യം 100% യോജിക്കുന്നു. കൈകാര്യം ചെയ്യുന്നത് ഉന്നത കുലജാതനായിരിക്കണം. ആ ഉന്നത കുലം എന്നുള്ള വാക്കിലാണ് എനിക്ക് എതിർപ്പുള്ളത്. അദ്ദേഹം പറയേണ്ടി ഡിസ്ക്രിമിനേഷൻ. അതെ, അത് ഉപയോഗിക്കാൻ പാടില്ല. അദ്ദേഹം പറയാം പട്ടികജാതി വർഗ്ഗക്കാരിൽ അല്ലാത്ത ആളുകൾക്ക് എന്തുകൊണ്ട് കൊടുത്തുകൂടാ എന്നുള്ളതാണ്. നമ്മൾ ആ ഡിസ്ക്രിമിനേഷൻ ഈയിടെയും കണ്ടു വിജയനാഥ്. അതായത് ദേവസ്വം ബോർഡ് മന്ത്രി വിഭജിച്ച് രാധാകൃഷ്ണനെ മാറ്റി പുതിയ മന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ടതാണ് ദേവസ്വം വകുപ്പ്. അതിന് പകരം വി.എൻ. വാസവന് കൊടുത്തു. എന്താ അങ്ങനെ ചെയ്യുന്നത്? ഇദ്ദേഹം ഭരിച്ച ഭരൂല്ലേ എന്നുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഈ സുരേഷ് ഗോപി മുമ്പൊരിക്കൽ ശബരിമലയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. അതായത് ഇനി അടുത്ത ജന്മത്തിൽ തന്ത്രി കുടുംബത്തിൽ ജനിക്കണം, അയ്യപ്പനെ തഴുകണം എന്ന് പറഞ്ഞത് ഓർമ്മ. ഈ മനുവാദത്തിൻ്റെ ചില കണികകളൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മനു പറഞ്ഞത് ഇതൊന്നും അല്ല കേട്ടോ. ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ജന്മം കൊണ്ട് ആർജിക്കുന്നതല്ല, കർമ്മം കൊണ്ട് ആർജിക്കുന്നതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഇത് മൊത്തത്തിൽ അന്നത്തെ നിയമവ്യവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ഉന്നയിച്ചൊരു കാര്യമാണ്.
ഈ പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ജന്മം കൊണ്ട് ബ്രാഹ്മണനായി അല്ല ബ്രഹ്മം ആചരിക്കുന്നവനെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ ഉന്നത കുലജാതൻ എന്നുള്ളത് പറയുന്നില്ല. നീചകുലത്തിൽ പറഞ്ഞ പാക്കന, അതുപോലെ തന്നെ നാരായണത്ത് പിറന്നവർ, ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. വളരെ ബുദ്ധിമാന്മാരായിട്ട് വളർന്നവരായിട്ട് എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വാക്കെന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യുന്ന വാക്കുകൾ നമ്മൾ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. ആ വാക്കുകൾ വേണ്ട. പറയാവുന്ന ഒരു കാര്യം, പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെടാത്ത ഒരാളായിരിക്കണം എന്ന് പറയുന്നത് ഒരു തെറ്റുമില്ല. അതാണ് വളരെ നല്ല കാര്യം, ശരിയായ കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ ആർക്കും വേണ്ടാത്ത വകുപ്പ് കൊടുക്കുന്നവരായിട്ട് പലപ്പോഴും ഈ പട്ടികജാതി വർഗ വിഭാഗത്തിൻ്റെ സംവരണത്തിൽ ജയിച്ചു വന്ന ആൾക്കാർ മാറുന്നുണ്ട്. തെറ്റായ പ്രവണതയാണ്. പണ്ട് തൊട്ടേ ഇങ്ങനെ വെള്ള ഈച്ചരൻ വന്നാലും അതുപോലെ ദാമോദരൻ കാളാശ്ശേരി വന്നാലും അവർക്കുള്ള ഒരു വകുപ്പായിട്ട് പട്ടികജാതി വകുപ്പ് അത് പോരാ. ദാമോദരൻ കാളാശ്ശേരി പന്തളത്തുകാരനാണ്. വളരെ ശ്രദ്ധ ആവശ്യമുള്ള കാര്യമായത് പട്ടികജാതി വകുപ്പ്. കാരണം വളരെ ദയനീയമാണ് പട്ടികവർഗക്കാരുടെ അവസ്ഥ. ആരും ശ്രദ്ധിക്കാനില്ല, വലിയ കഷ്ടമാണ്. ഈ അരിവാൾ രോഗം, അതിൻ്റെ കാര്യം ശ്രദ്ധിച്ചത് കേരളമല്ല, കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതിനുള്ള മരുന്ന് സൗജന്യമാക്കിയത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അതുപോലെ ഒരുപാട് അരിഷ്ടതകൾ. കല്ലേൻ പൊക്കുടൻ, അദ്ദേഹം പട്ടിക വർഗ്ഗക്കാരനല്ല, ജാതിക്കാരനാണ്. ആ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ അദ്ദേഹം പറയുന്നുണ്ട്, കല്ലേൻ പൊക്കുടൻ തൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, തൻ്റെയൊക്കെ ഒരു തലമുറ അസുഖമില്ലാത്തവരായി ജീവിച്ചു പോകുന്നത്, കണ്ണൂരാണത്, ജീവിച്ചു പോകുന്നത് കണ്ടൽ ചെടികൾക്കിടയിൽ ചില ജീവികളുണ്ട്, ചെറു ജലജീവികൾ. അതിൻ്റെ ആഹാരം പാകം ചെയ്ത്, അതായത് മാംസം, ഫിഷ് പോലെ, അതായത് മത്സ്യവിഭാഗത്തിൽപ്പെട്ട ജന്തുക്കളല്ല, പക്ഷേ അതുപോലെ കഴിക്കാവുന്ന ചില ചെറിയ ജലജീവികളുണ്ട്. അതിൻ്റെ മാംസം ആഹാരമായി കഴിച്ചതുകൊണ്ടാണ് യാതൊരു അസുഖങ്ങളും കേടുപാടുകളും ഇല്ലാതെ തങ്ങൾ ജീവിച്ചു പോകുന്നത്. നല്ലൊരു നാട്ടറിവാണത്. പക്ഷേ കണ്ടൽക്കാടുകളെന്നില്ല. ഇനി വേറൊരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ കണ്ടൽക്കാടുകൾ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചപ്പോൾ ചില ജന്മിമാർ അതിനെ എതിർത്തു. ജന്മിമാരെന്ന് പറയുന്നത് അവിടെ ഈ പറയുന്ന സവർണ ബ്രാഹ്മണരൊന്നുമല്ല, സവർണ ഹിന്ദുക്കളുമല്ല, ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ജന്മികൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. അവരതിനെ എതിർത്തു. കല്ലേൻ പൊക്കുടൻ ഈ സമരവുമായിട്ട്, അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന, ഈ സമരവുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ എന്തു സംഭവിച്ചു? പാർട്ടി അദ്ദേഹത്തിൽ നിന്നകന്നു. അതുവരെ അദ്ദേഹത്തെ പിന്തുണച്ചിരുന്ന ദേശാഭിമാനി പിന്തുണയ്ക്കാതായി, അദ്ദേഹം ഒറ്റപ്പെട്ടു. അങ്ങനെയാണ് അദ്ദേഹം ഈ പാർട്ടിയിൽ നിന്ന് അകലുന്നത്. നല്ല ആദർശവുമായിട്ട് വന്ന ആൾ എന്ന് പറയുന്നത് പോലെ. അതുപോലെ ഈ കണ്ടൽക്കാടുകളെ അറിഞ്ഞിട്ടുള്ള ഏതെങ്കിലും വരേണ്യവർഗ്ഗക്കാരനുണ്ടോ? ഇല്ല. അപ്പോൾ അവർ മഹത്തായ ജന്മങ്ങളാണ്. ഉന്നത കുലജാതൻ എന്നൊക്കെയുള്ള ആ വാക്കുകൾ പഴയതും കാലഹരണപ്പെട്ടതുമാണ്. ആ വാക്കുകൾ കൊണ്ടുവന്ന് പഴയ ഈ ജാതി സമ്പ്രദായങ്ങളിലേക്കൊന്നും നമ്മൾ പോകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെടാത്ത കഴിവുറ്റ ഒരു മന്ത്രി ഈ പട്ടികവർഗ വകുപ്പ് നോക്കാൻ വേണ്ടി വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോയാൽ സുരേഷ് ഗോപി ഈ 5 വർഷത്തേക്കുമെന്ന് സംശയമുണ്ട്. ഇത്തരത്തിലുള്ള ചില വളരെ സൂക്ഷ്മമായിട്ട് പോകേണ്ട കാര്യങ്ങളല്ലേ. അല്ലതെ, അദ്ദേഹത്തിന് നല്ലൊരു ഉപദേഷ്ടാവില്ല. പിന്നെ സർക്കസുകാരൻ ഈ ഞാണിന്മേൽ കളിക്കുന്നത് പോലെ ആയിരിക്കണം ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴും വേണ്ടത്. അസിധാരയിൽ കൂടി കടന്നു പോകുന്ന പോലെ ആയിരിക്കണം ഈ വാക്കുകൾ. എപ്പോൾ വേണമെങ്കിലും മുറിവേൽപ്പിക്കാം, മറ്റുള്ളവരെയും മുറിവേൽപ്പിക്കാം. തനിക്ക് മാത്രമല്ല കുഴപ്പമുണ്ടാക്കുന്നത്, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ. അതുപോലെയാണ് തന്ത്രി കുടുംബത്തിൽ ഇനിയും ഉണ്ടെങ്കിൽ ജന്മം ഉണ്ടെങ്കിൽ ജനിക്കണം. എന്താ തന്ത്രിമാരിലെ പലരും ഇല്ലേ, നമ്മൾ കാണുന്നില്ലേ ഡയലോഗുകൾ കാച്ചിട്ട് ഇപ്പോൾ ഒളിച്ചു നടക്കുന്ന ആൾക്കാരും ഇല്ലേ? തന്ത്രി കുടുംബത്തിൽ ജനിച്ചതാ, എന്താ കാര്യം? ഏറ്റവും മോശമായിട്ട് സ്ത്രീകളെ ഹനിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് ഒളിച്ചു നടക്കുന്ന ആൾക്കാരില്ലേ, ജാമ്യം തേടി നടക്കുന്ന ആൾക്കാരില്ലേ? അതുകൊണ്ട് തന്ത്രി കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് ആരും മഹാന്മാരാവുന്നില്ല. താൻ ചെയ്യുന്ന കർമ്മം കൊണ്ടേ ഒരു മഹാനാവുന്നു. അത്തരം മഹാനാവാൻ ഈ പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾക്കും കഴിയും, പട്ടികജാതി വർഗത്തിൽപ്പെട്ട ആളുകൾക്കും കഴിയും. അതിന് ഉന്നത കുലജാതനാകണമെന്ന് ഒന്നുമില്ല. പക്ഷെ കഴിവുള്ള മന്ത്രിമാർ, നമ്മളിങ്ങനെ തന്നെ പറയാം, സമാഹരിക്കാം അല്ലെങ്കിൽ ഉപസംഹരിക്കാം. കഴിവുള്ള മന്ത്രിമാരെ ഈ വകുപ്പ് കൈകാര്യം ചെയ്യാൻ വെക്കണം. അത് പട്ടികവർഗ ക്ഷേമം മാത്രം ലക്ഷ്യമാക്കി ഈ കമ്മീഷനുകൾ വാങ്ങിക്കാതെ ഉള്ള മന്ത്രിമാരെ വെച്ചിട്ട് ആ വകുപ്പിനെ കാര്യക്ഷമമാക്കണം. TN ശേഷൻ എങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശുദ്ധവും കഴിവുറ്റതുമാക്കിയോ അതുപോലെ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ വേണം. വഴിപാടിന് വേണ്ടിയുള്ളൊരു വകുപ്പായിട്ട് നിങ്ങളിനി കൈകാര്യം ചെയ്യരുതെന്നാണ് സുരേഷ് ഗോപി ഉദ്ദേശിക്കുന്നതെങ്കിൽ 100% അദ്ദേഹത്തിന് പിന്തുണ. അപ്പോഴും ഈ ഉന്നത കുലജാതൻ എന്നുള്ള വാക്ക് അദ്ദേഹം പിൻവലിക്കേണ്ടത് തന്നെയാണ്.